ചെറുപ്പക്കാർ അവർ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു ക്ലിപ്ത വരുമാനത്തിൽ അവരുടെ ജീവിതം ഒതുക്കാൻ അവർ ഇഷ്ടപ്പെടുന്നവരല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം അത് കാണാൻ വേണ്ടി കഴിയും. പുതിയ ചെറുപ്പക്കാർ, നിങ്ങളുടെ മക്കൾ, പേരക്കുട്ടികൾ അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു ക്ലിപ്ത വരുമാനത്തിനപ്പുറത്തേക്കുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കണമെന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ചെറുപ്പക്കാർ അത്തരം വലിയ മേഖലകൾ, സ്വന്തമായി അധ്വാനിക്കാനുള്ള മേഖലകളോ അത്തരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്ത് പറന്നു നടക്കാനോ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത്. അത് നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി തരികയാണ്. ആ സ്പേസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ഈ സർക്കാർ സെക്ടറിൽ, സർവീസ് സെക്ടറിൽ അവർ നിറഞ്ഞ സാന്നിധ്യമായി മാറണം. അതിനപ്പുറത്തേക്ക് കേരളം മാറണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിലെ വ്യവസായ വകുപ്പ് സംരംഭകത്വ വർഷം പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ സ്ത്രീ സംരംഭകർ കടന്നു വന്ന ഒരു കാലമാണ് അത്. അതിലേറെ ആഹ്ലാദം തരുന്ന ഏതെങ്കിലും ഒരു ചട്ടക്കൂടിനകത്തുള്ള ജോലിയേക്കാൾ ഉപരി തനിക്ക് സ്വന്തമായ തൻ്റെ സർഗാത്മകത വികസിപ്പിക്കാൻ കഴിയാവുന്ന വേദികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സമൂഹമായി കേരളം മാറുകയാണ്. അപ്പോൾ സ്ത്രീ സംരംഭകരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സർക്കാർ സെക്ടറിലേക്ക് കടന്നു വരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന, വ്യക്തിപരമായി സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം സ്ത്രീക്ക് തീരുമാനിക്കാൻ വേണ്ടി കഴിയണം അവൾ എന്താവണം എന്നത്. അവളുടെ സ്വപ്നത്തിനനുസരിച്ച് സ്ത്രീകൾ മറ്റെല്ലാ മനുഷ്യരെയും പോലെ തന്നെ അവർക്ക് സ്വയം നിർണയ അവകാശം കിട്ടുന്ന ഒരു സമൂഹമായി ലോകത്തെ മാറ്റിത്തീർക്കുക എന്നതിലാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. അല്ലാതെ സ്ത്രീകൾക്ക് പറഞ്ഞു വെച്ചതാണ് ഈ തൊഴിൽ, ആ മേഖലയിൽ സ്ത്രീകൾക്ക് സാന്നിധ്യം ഉണ്ടാവുക എന്നതിലെല്ലാം സാന്നിധ്യം പിടിക്കണം. ഏത് മേഖലയും സ്ത്രീക്ക് അനിവാര്യമായതാണ് അല്ലെങ്കിൽ അവകാശപ്പെട്ടതാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നമുക്ക് ഈ കേരളത്തെയും ലോകത്തെ മാറ്റാൻ വേണ്ടി കഴിയണം. കേരളത്തിൽ അതിസമ്പന്ന വിദ്യാസമ്പന്നരുടെ നാടാണ്. ഈ പറഞ്ഞ ആയുർവേദത്തിൽ അതീവ മുന്നേറ്റം നടത്തി എന്നെല്ലാം പറയുമ്പോൾ അവശേഷിക്കുന്ന പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറികടക്കാൻ സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. സ്വയം പരിമിതപ്പെട്ടവരാണ് എന്ന് നിർണ്ണയിക്കേണ്ടവരല്ല സ്ത്രീകൾ. നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തന്നെ പരിമിതികൾ ഉണ്ടാക്കാൻ പാടില്ല. ആ ഒരു കുറവ് കേരളത്തിലുണ്ട് എന്ന് ഞാൻ ധരിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കേണ്ടവരാണ്, ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കേണ്ടവരാണ്, ഇങ്ങനെ ചിന്തിക്കേണ്ടവരാണ്, ഇന്ന മേഖലകളിൽ മാത്രം പ്രവേശിക്കേണ്ടവരാണ് എന്ന ചിന്ത കേരളത്തിൽ രൂഢമൂലമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നവരാവട്ടെ ഒരു വലിയ പക്ഷം സ്ത്രീകൾ കൂടിയാണ്. അതിന് മാറ്റമുണ്ടാവും. ഇന്നത്തെ വാർത്തകളിൽ ഒരു പ്രധാന വാർത്ത എന്താണ്? തിരുവനന്തപുരം നഗരത്തിനകത്ത് ഓരോ സ്ത്രീയും ഒരു പുരുഷനും ആക്രമിക്കപ്പെട്ടു. അവർ ക്രൂരമായ ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ടു. സദാചാരവാദികളാണ് ആക്രമണം നടത്തുന്നത്. ആ സ്ത്രീയും പുരുഷനും ഭാര്യാഭർത്താക്കന്മാരാണ് എന്ന സർട്ടിഫിക്കറ്റ് അത് സാക്ഷ്യപ്പെടുത്തുന്നവരെ മർദ്ദനമേൽക്കേണ്ടി വരികയാണ്. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? അപ്പോൾ സ്ത്രീ ഒരു പുരുഷനോട് സംസാരിച്ചാൽ, ഒരു പുരുഷൻ്റെ കൂടെ ഇരുന്നാൽ, ഒരു പുരുഷൻ്റെ കൂടെ യാത്ര നടത്തിയാൽ അത് ചോദ്യം ചെയ്യുന്ന സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നതിൻ്റെ ഒരു കാരണം സ്ത്രീകൾ അതിന് പിന്തുണ കൊടുക്കുന്നതാണ്. ആ പിന്തുണ ഇതിപ്പോൾ അവിചാരിതമായി ഉണ്ടായതാണെങ്കിൽ വേണമെങ്കിൽ പറയാം, അബദ്ധം പറ്റിയാണെന്ന് പറയാം. ഇനി അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ പോലും എന്തിനാണ് അത്തരം ഒരു ആക്രമണത്തിലേക്ക്, അത്തരം ഒരു ചിന്തയിലേക്ക് നാട് അതിനെ പിന്തുണയ്ക്കുന്നവരായി സ്ത്രീകൾ ഉൾപ്പെടെ മാറിത്തീരാൻ പാടില്ല. ആ രൂപത്തിൽ കപട സദാചാരത്തിൻ്റെ ഒരു ലോകം കൂടിയാണ് നമ്മുടെ ഇതുപോലുള്ള സമൂഹം. അതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയണം. സ്ത്രീക്ക് എന്നതേ പാടും, പുരുഷൻ എന്തുമാവാം എന്ന നിലപാടുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എന്തിനാ അവൾ വിളിക്കുമ്പോഴേക്കും പോയത്, എന്തിനാ അതിന് നിന്നു കൊടുത്തത് എന്ന രൂപത്തിൽ നമ്മളെ സംബന്ധിച്ച് മാത്രമാണ് ആ വർത്തമാനം, അവനെ സംബന്ധിച്ച് ആ വർത്തമാനം ഒരിക്കലും വരാറില്ല. അതെല്ലാം നമ്മുടെ ജീർണമായ മുഖമാണ് ദൃശ്യമാണ്. അതുകൊണ്ട് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായി തന്നെയാണ് ഇന്നും ഈ ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യയും പോകുന്നത്. കേരളം ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലാത്ത നാടാണ്. പക്ഷെ കേരളവും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൃദ്ധിയായി മുന്നോട്ട് പോവുകയാണ്. അതിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. ആ സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ മാറ്റം വരുത്താൻ കഴിയില്ല. പുരുഷൻ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്.
കാരണം അങ്ങനെ മുൻകൈയെടുക്കുമ്പോഴാണ് അവന് ശക്തി പകരാൻ സ്ത്രീകൾക്ക് കൂടുതൽ കഴിയും. പക്ഷേ അങ്ങനെ പുരുഷൻ മുൻകൈയെടുത്താലും സമ്മതിക്കാത്ത ഒരു പറ്റം സ്ത്രീകൾ നമുക്കിടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതിന് മാറ്റം വരുത്തില്ല. അപ്പോൾ സ്വയം നവീകരിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു നാടായി കേരളം മുന്നോട്ട് പോയാൽ സമത്വത്തെ സംബന്ധിച്ച്, തുല്യതയെ സംബന്ധിച്ച് നമുക്ക് ഒരിടത്തും സംസാരിക്കാൻ വേണ്ടി കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ സ്ത്രീകളുടെ മുന്നേറ്റത്തെ സംബന്ധിച്ച് നമ്മളുടെ വാർത്തകളിൽ വരാറുണ്ട്. പല സ്ത്രീകളുടെയും ചിത്രങ്ങൾ, പടങ്ങൾ, അവർ നേടിയ നേട്ടങ്ങൾ ഇന്നെല്ലാ ദിനപത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെല്ലാം ഒറ്റപ്പെട്ടതാണ്. അത് മാത്രം പോരാ, മറ്റുള്ളവർക്ക് അങ്ങനെ ആവാൻ കഴിയാത്തവരൊന്നുമല്ല. അങ്ങനെ ആവാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ സമൂഹം വരിഞ്ഞു കെട്ടി ഉണ്ടാക്കി വെച്ച കപട സദാചാരത്തിൻ്റെ ഒരു ബോധമുണ്ട്. ആ മാനസിക രോഗം മറികടക്കാതെ, അത് മാറ്റിമറിക്കാതെ നമുക്ക് സ്ത്രീ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകളിലേക്ക് നിങ്ങളും കടന്നു വരണം. നിങ്ങളെ സ്വയം പരിമിതരായി മാറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നുകൂടാ. അതുകൊണ്ട് ആ സ്ത്രീ സമൂഹത്തിനിടയിൽ ഏറ്റവും കൃത്യതയാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പാണ് ICDS കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കുടുംബങ്ങളിലെ സ്ത്രീകളുമായി നേരിട്ട് ബന്ധപ്പെടുന്നവരാണ്, അവരുടെ മനസ്സറിയുന്നവരാണ്. നമ്മൾ സ്വയം സ്ത്രീകളാണ് എന്ന് മാത്രമല്ല, മറ്റെല്ലാ സ്ത്രീ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ICDS ഈ മഹിളാ ദിനം ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ഇതുപോലെ ആഘോഷത്തിൽ പങ്കുചേരാൻ, എവിടെയും ഇറങ്ങി നടക്കാൻ, വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി വർത്തമാനം പറയാൻ കഴിയുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക. അങ്ങനെ തുല്യമായ, അത് പുരുഷനെ മാറ്റി നിർത്തി സ്ത്രീ, സ്ത്രീയെ മാറ്റി നിർത്തി പുരുഷൻ എന്ന നിലയ്ക്കല്ലാതെ മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മഹിളാ ദിനത്തിൻ്റെ പ്രഥമ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാക്കി മാറ്റുക. അതാണ് മഹിളാ ദിനത്തിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ മഹിളകൾ മാത്രം എല്ലായിടത്തും എന്ന ഒരു മുദ്രാവാക്യം മഹിളാ ദിനത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കാറില്ല. പാർശ്വവൽകൃതമായ അല്ലെങ്കിൽ പിന്തള്ളപ്പെടുന്ന എല്ലാ വിഭാഗത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറണം. ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിലെ മാനവരാശിയിലെ എല്ലാവർക്കും വേണ്ടി വാദിക്കുന്നവരായി, എല്ലാവർക്കും വേണ്ടി നിലപാടെടുക്കുന്നവർക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ വേണ്ടി കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ മഹിളാ ദിനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ കരുത്തായി മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ജില്ലാതല പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ജില്ലാതല പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അനുഭവ സമ്പത്തിൻ്റെ കരുത്തുള്ള പാലക്കാടിൻ്റെ അഭിമാനമായ കേരള മന്ത്രിസഭയിലെ ഏറ്റവും തലമുതിർന്ന മന്ത്രി കൂടിയായ നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി ഏട്ടൻ അവരെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം